അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത് എന്നാണ് പറയുന്നത്. ഒട്ടകത്തിന്റെ സെറ്റപ്പിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? നമ്മുടെയൊക്കെ കൈവിരലുകൾ, കാലിന്റെ വിരലുകളൊക്കെ വേറിട്ടിട്ടാണ്, എല്ലാം വേർപെട്ടിട്ടാണ്. പക്ഷെ ഒട്ടകത്തിന്റെ അങ്ങനെയല്ല. താറാവിനെ പോലെ സ്ഥലം കൊണ്ട് അള്ളാഹു കൂട്ടി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു നഖവും സെപ്പറേറ്റ്, ഒരു വിരലും വേർപെട്ട് നിൽക്കുന്നില്ല. അപ്പൊ എന്താ വരികയെന്നറിയോ നിങ്ങൾ? അത് കാലിങ്ങനെ പൊന്തിക്കുമ്പോ ഇങ്ങനെ ഒതുങ്ങി വരും. മണലിലേക്ക് കാല് വെക്കുമ്പോ അതിങ്ങനെ ഒരു പലക വെച്ച മതി. അതുപോലെയാണ് ഒട്ടകത്തിന്റെ കാല്. അള്ളാഹ് എന്താ ചോദിക്കുന്നത്? മരുഭൂമിക്ക് അനുയോജ്യമായ ആ ഒട്ടകത്തിന്റെ കാല് ഡിസൈൻ ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. ഒട്ടകമാണോ? അല്ല, മരുഭൂമിയെ പറ്റി അറിയാവുന്ന, മരുഭൂമിയിൽ നിർമ്മിക്കാൻ പോകുന്ന ഒന്നിനെ. ഇപ്പൊ ഡെസേർട്ടിൽ ഓടുന്ന കാറ് അത് പ്രത്യേകമാണ് ഡിസൈൻ ചെയ്തത്. ഡെസേർട്ടിൽ ഓടുന്ന ജീപ്പ്, ഡെസേർട്ടിനെ പറ്റി മനുഷ്യൻ പഠിച്ചിട്ടാണ് ആ ഡെസേർട്ടിൽ ഓടുന്ന വണ്ടി ഉണ്ടാക്കുന്നത്. ഡെസേർട്ടിൽ ഓടുന്ന ഒട്ടകത്തെ ആരുണ്ടാക്കി? ഏത് കമ്പനി ഉണ്ടാക്കി? 500-600 കിലോ ഭാരം ചുമന്നിട്ട് 80 കിലോമീറ്റർ ഡെയിലി യാത്ര ചെയ്യുന്ന ജീവിയാണ് ഒട്ടകം. ദെൻ 2 കിലോമീറ്റർ അപ്പുറത്തുള്ള വെള്ളം അറിയാൻ ഒട്ടകത്തിന് ഇവിടുന്ന് സാധിക്കും. ഒട്ടകം ഇവിടെയാണെങ്കിൽ 2 കിലോമീറ്റർ അകലെ. ഈ മരുഭൂമിയിലെ ഏറ്റവും കൂടുതലുള്ളത് കള്ളിച്ചെടിയാണ്, മുൾച്ചെടിയാണ്. അതിൽ വെള്ളമുണ്ട്. ആ കള്ളിച്ചെടി മുഴുവനും വാട്ടറാണ്, വെള്ളമാണ്. അതാണ് ഒട്ടകത്തിന്റെ ഭക്ഷണത്തിൽ മുഖ്യ ഭക്ഷണം. പക്ഷേ ഒട്ടകത്തിന്റെ ചുണ്ടിനെ, മേൽചുണ്ടിനെ അള്ളാഹു രണ്ടാക്കി മുറിച്ചു കളഞ്ഞു. അതായത് നമ്മുടെ ചുണ്ടിങ്ങനെ ഒന്നാണ്, ഇങ്ങനെ മുറിഞ്ഞു പോയാൽ നമ്മൾ മുച്ചിറി എന്നാ പറയാ. ഒട്ടകത്തിന് മുച്ചിറിയാണ്, എല്ലാ ഒട്ടകത്തിനും മുച്ചിറിയാണ്. എന്താ സംഭവം? ഒട്ടകം ഈ കള്ളിച്ചെടിയിൽ കടിക്കുമ്പോ അതിന് മുള്ള് നടാതിരിക്കാൻ ഈ ചുണ്ട് രണ്ടും നമ്മുടെ ഇവിടെ ഈ ഭാഗത്തേക്ക് മാറി നിൽക്കും. അതുകൊണ്ട് തന്നെ ഒരൊറ്റ കള്ളിച്ചെടിയിൽ നിന്നും ഒട്ടകത്തിന് മുള്ളു തറക്കില്ല. എന്റെ ചോദ്യം, മരുഭൂമിയിൽ കള്ളിച്ചെടിയാണെന്നും അതിന് മുള്ളുണ്ടെന്നും ഒട്ടകം അവിടെ സഞ്ചരിക്കുമ്പോൾ അത് കടിച്ചാൽ അതിന്റെ ചുണ്ടിൽ മുള്ളു തടുമെന്നും, അതുകൊണ്ട് തന്നെ മേൽചുണ്ടിൽ രണ്ടാക്കി മുറിക്കാൻ ആര് തീരുമാനിച്ചു? ദലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്, ദലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക് വമിനൻ നാസി വദ്ദവാബി വൽഅൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. സൂറത്ത് ഫാത്തിറാണ്, 35-ാം അധ്യായമാണ്, 28-ാമത്തെ വചനമാണ്. നമ്മുടെ വിഷയത്തിന്റെ മർമ്മമാണ്. അതിന് അല്ലാഹ് പറയണമെന്നറിയോ? സൃഷ്ടികളുടെ വൈവിധ്യത, സഞ്ചാരപഥങ്ങളുടെ വൈവിധ്യത, ഇതെല്ലാം നിങ്ങൾ പരിശോധിച്ചാൽ അറിവുള്ളവരെ അള്ളാനെ ഭയപ്പെടൂ, അറിവുള്ള ആളുകളെ അള്ളാനെ ഭയപ്പെടും. അതാണ് ഒട്ടകത്തിന്റെ രണ്ടാമത്തെ കാര്യം. ഒട്ടകത്തിന്റെ മൂന്നാമത്തെ കാര്യം അത്യത്ഭുതകരമാണ്. കാരണം 80 കിലോമീറ്ററാണ് മരുഭൂമിയിലൂടെ ഒട്ടകം സഞ്ചരിക്കുന്നത്. മരുഭൂമി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചൂട് എല്ലാവർക്കും അറിയാലോ, അതിശക്തമായ ചൂടാണ്. അപ്പൊ ആ ചൂട് കണ്ണിന്റെ പോളയിലും പിരികത്തിലും തട്ടി കണ്ണിന് ഡാമേജ് സംഭവിക്കാതിരിക്കാൻ അള്ളാഹ് ഒട്ടകത്തിന് മാത്രം കൊടുത്ത സംഭവം എന്തറിയോ? ഒട്ടകത്തിന്റെ പിരികം. ഇപ്പൊ നമ്മുടെയൊക്കെ പിരികം ഒരു നിശ്ചിത വളർച്ചയെത്തി നിൽക്കും. പക്ഷെ ഒട്ടകത്തിന്റെ കണ്ണിനെ മറച്ചു വെക്കുന്ന മണലൊക്കെ ആ പിരികത്ത് തട്ടിയിട്ട് പുറത്തോട്ട് പോകും. കണ്ണിലേക്ക് ഒരു നിലക്കും മണല് കടക്കാത്ത വിധം. എന്റെ ചോദ്യം, 80 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിന് ഈ ഒരു സംവിധാനം വേണമെന്ന് ആര് തീരുമാനിച്ചു? ദലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്, ദലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്. ആ രാജാതിരാജനായ റബ്ബ് അവനാണ് അല്ലാഹു.